ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപാത ഒരു രാജ്യം തന്നെ മൈനുകൾ കൊണ്ട് പൂട്ടിയിരിക്കുകയാണ്. പക്ഷെ പ്രശ്നമെന്താണെന്നറിയാമോ? ആ മൈനുകൾ ഇപ്പോൾ ശത്രുക്കൾക്കല്ല, സ്വന്തം സേനയ്ക്കാണ് ഭീഷണിയായത്. ഇതൊരു യുദ്ധതന്ത്രമോ അല്ലെങ്കിൽ ചരിത്രത്തിലെ വലിയ അബദ്ധമോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹോർമുസ് കടലിടുക്കിൽ നടന്ന ഈ അതിശയകരമായ സംഭവമാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടലിടുക്കുകളിൽ ഒന്നാണിത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% വരെ ഈ ചെറിയ പാതയിലൂടെ കടന്നുപോകുന്നു. ഒരു വശത്ത് ഇറാൻ, മറുവശത്ത് ഒമാൻ. ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ഈ നാരോ പാസേജ് ലോക സമ്പദ്വ്യവസ്ഥയുടെ ഹാർട്ട് ബീറ്റ് പോലെയാണ്. ഈ പാത ഒരു ദിവസം പോലും അടഞ്ഞാൽ ലോകമെമ്പാടും ഇന്ധനവില കുതിക്കും, രാജ്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഇതുപോലൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്പ് ഒരു കടുത്ത നീക്കമെടുത്തു. അമേരിക്കൻ നാവികസേനയെ തടയാൻ കടലിൽ നൂറുകണക്കിന് നേവൽ മൈൻ സ്ഥാപിച്ചു. ഈ മൈനുകൾ വളരെ അപകടകാരികളാണ്. കപ്പൽ അടുത്തെത്തുമ്പോൾ തന്നെ സ്ഫോടനമുണ്ടാക്കാൻ കഴിയുന്നവ. പ്ലാൻ ലളിതമായിരുന്നു: ശത്രുക്കളുടെ കപ്പലുകൾ തടയുക. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഒരു വലിയ പിഴവാണ്. മൈനുകൾ എവിടെയൊക്കെ സ്ഥാപിച്ചു എന്നത് കൃത്യമായി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിനു പുറമെ കടലിലെ ശക്തമായ അടിയൊഴുക്കുകൾ കാരണം പല മൈനുകളുടെയും സ്ഥാനം മാറി. ഇതോടെ ഹോർമുസ് കടലിടുക്ക് ഒരു അൺപ്രെഡിക്റ്റബിൾ മൈൻ ഫീൽഡായി മാറി. ഇപ്പോൾ ഏറ്റവും വലിയ ഐറണി എന്താണെന്നറിയാമോ? ഇത് ശത്രുക്കൾക്ക് മാത്രമല്ല, സ്വന്തം ഇറാനിയൻ കപ്പലുകൾക്കും ഭീഷണിയാണ്. അക്ഷരാർത്ഥത്തിൽ സ്വന്തം വാതിൽ പൂട്ടി താക്കോൽ കടലിലെറിഞ്ഞ അവസ്ഥ. ഇപ്പോൾ ഈ പാതയിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിന്റെ പ്രഭാവം ഉടൻ ലോകം മുഴുവൻ അനുഭവിക്കാൻ തുടങ്ങി. ആഗോള ഷിപ്പിംഗ് കമ്പനികൾ ഈ പാത അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഇൻഷുറൻസ് കമ്പനികൾ പോലും പറഞ്ഞിരിക്കുന്നത് മൈനുകൾ പൂർണ്ണമായും നീക്കം ചെയ്യാതെ ഒരു കപ്പലും പോകില്ല എന്നതാണ്. ഇത് നേരിട്ട് ബാധിക്കുന്നത് ലോകത്തെ എണ്ണ വിതരണത്തെയാണ്. ഓയിൽ സപ്ലൈ കുറയുമ്പോൾ ഫ്യൂവൽ പ്രൈസസ് ഉയരും. അതോടെ ട്രാൻസ്പോർട്ട് മുതൽ ഭക്ഷ്യവില വരെ എല്ലാം ഉയരും. ഒരു ചെറിയ സൈനിക തീരുമാനം ഇപ്പോൾ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടാക്കി. ഇതിനിടെ അമേരിക്കൻ സമ്മർദ്ദവും കൂടുകയാണ്. സ്ഥിതി നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്ന് ശക്തമായ മുന്നറിയിപ്പുകൾ വരുന്നു. യുദ്ധം തുടങ്ങുന്നത് വളരെ എളുപ്പമാണ്, പക്ഷേ അത് അവസാനിപ്പിക്കുകയും അതിന്റെ പ്രത്യാഘാതങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് വളരെ പ്രയാസമാണ്. ഇപ്പോൾ ഇറാൻ നേരിടുന്നത് അതാണ്. സ്വന്തം സുരക്ഷയ്ക്കായി എടുത്ത ഒരു തീരുമാനം ഇപ്പോൾ സ്വന്തം വഴികൾ തന്നെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഈ സംഭവം ലോകത്തിനൊരു വലിയ പാഠം നൽകുന്നു. യുദ്ധത്തിൽ ഒരു ചെറിയ പിഴവ് പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. അതും ലോകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റൂട്ടായെടുത്ത് സംഭവിക്കുമ്പോൾ അതിന്റെ പ്രഭാവം ഒരു രാജ്യത്തിൽ മാത്രം ഒതുങ്ങുകയില്ല, ലോകമെമ്പാടും അനുഭവിക്കേണ്ടിവരും. ഇനി എന്ത് സംഭവിക്കും? മൈനുകൾ എത്ര വേഗത്തിൽ നീക്കം ചെയ്യും? ഹോർമുസ് വീണ്ടും തുറക്കുമോ? ഇത് ലോകം മുഴുവൻ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. കാരണം ഇതൊരു രാജ്യത്തിന്റെ പ്രശ്നമല്ല, ലോകത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ